തങ്കം ചേട്ടത്തി ഇവിടെ ഒരാളുടെ ചേട്ടത്തി ഇല്ല, ഒരു അനിയത്തി ഇല്ല, ആരുമില്ല. എല്ലാരും ഇറങ്ങി പൊക്കോണം. കാര്യം കാണാൻ തങ്കം ചേട്ടത്തി, കൂട്ട് നിൽക്കാൻ വേറെ ആൾക്കാർ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ആരും അങ്ങനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. നീ എന്നോട് ഇത് ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അവിടെ വന്ന് സാരി ചോദിച്ചപ്പോ നീ എന്താ കാണിച്ചത്? കേട്ടോണ്ടിരുന്നു. അല്ല, ഞാൻ തിരിഞ്ഞപ്പോ നീ ചിരിച്ചില്ലേ? ഞാൻ ചിരിച്ചു റൊണാൾഡോ ഞാൻ കണ്ടു. എന്റെ ലൂർന്ന് മാതാവേ, ഞാൻ ചിരിച്ചില്ല. ഇല്ല, ചിരിച്ചു. നിങ്ങൾ വേറൊരു കാര്യം, എന്ത്? ഞാൻ അവളോട് പറഞ്ഞു ഇത് നിങ്ങൾ കൊടുങ്ങാവിള കുടുംബത്തിന് മൊത്തം നാണക്കേടാണെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അത് ഞങ്ങള് സഹിച്ചെന്ന്. ആരാ ഞങ്ങള്? കൊടങ്ങാവിള കുടുംബത്തിൽ നീയുണ്ട്. നീ അവളുടെ ചേട്ടനാണ്. നിനക്ക് എന്നോട് ഒരു തരി സ്നേഹവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് എനിക്കെതിരെ അല്ല അവക്കെതിരെ ശബ്ദം വന്നേനെ നിന്റെ. ഇല്ലേ നീ ഒരു അക്ഷരം ഇണ്ടി അവിടെ വെച്ച്. എന്നിട്ട് ഇപ്പൊ തങ്കം ചേട്ടത്തിനെ ചോദിച്ചു വന്നേക്കുന്നു. തങ്കം ചേട്ടത്തി ചത്ത്. അല്ലാതെ അത്രയും ഒച്ചപ്പാട്ടിൽ തങ്കം ചേട്ടത്തെ അവിടെ സംസാരിക്കുമ്പോ ചിലപ്പോ അവൾ ആ സാരി തിരിച്ചു തരുമെന്നൊരു എന്തിനാ വന്നേ? കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഉണ്ടായാലും തരൂല. അവളുടെ അടുത്ത് പോയി കഴിച്ചാ മതി. അവള് കഴിക്കാൻ വിളിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട്. വേണമെങ്കിൽ കണക്കായി പോയി. അത് വേണ്ടാന്ന് എന്തുകൊണ്ട് പറഞ്ഞൂടെ കേക്ക്. എനിക്ക് കേക്കണ്ട. കേട്ടേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് തങ്കം ചേട്ടത്തെ അടുത്ത് നീ കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൾ അവിടെ നിന്നോട്ട് സിംഹത്തിനോട്ട് അലറി. അങ്ങനെയൊന്നും നീ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞൊന്നുമില്ലെങ്കിൽ പ്രായത്തെ നോക്കണ്ടേ. എല്ലാ കാര്യങ്ങളും രണ്ട് കൈ നീട്ടി തരുന്ന സ്ത്രീയാണ് അവര്. നീ എന്തിനാ അങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചു. ക്ലീറ്റ മറ്റു സ്നേഹത്തോടെ അവർക്ക് മേടിച്ചോണ്ട് കൊടുത്ത നീ എന്തിനാ എടുത്തോണ്ട് വന്ന് ഞാൻ ചോദിച്ചു. അതിന് പെങ്ങളായാലും എന്റെ അമ്മയായാലും ആരാണ് ഞാൻ പറയുന്നത്. പച്ചമോട്ട വെള്ളം അടിക്കുമ്പോഴേ